നമസ്കാരം. ജന്തർ മന്ദിറിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ജനത നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുത്ത വി ഡി സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിരുന്നു. ആ കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പിൻവലിക്കാൻ വി ഡി സതീശൻ സർക്കാർ തയ്യാറായിട്ടില്ല. ആ വിഷയത്തിലും ഒരു കത്തയച്ചിരിക്കുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഒപ്പം നമുക്ക് ആ കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒക്കെ അതിന്റെ പൂർണ്ണ രൂപമൊക്കെ നമുക്കൊന്ന് നോക്കാം. ജന്തർ മന്ദർ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും അടക്കമുള്ള പൊതുസമൂഹം കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രംഗത്ത് വന്നിരുന്നു. ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ഓളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ടും കേരളത്തിൽ അത്തരമൊരു തീരുമാനം UDF സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. സമരവുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ പൂർണ്ണ രൂപം ചുവടെ ചേർക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭം രാജ്യത്തിന്റെ പൊതുമനസാക്ഷിയുടെ ആകെ പിന്തുണ ആർജിച്ച ഒന്നായിരുന്നുവല്ലോ. കേരളവും ഒറ്റക്കെട്ടായാണ് ആ സമരത്തിന് പിന്തുണ നൽകുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്തത്. സമരം ഒത്തുതീർന്നപ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കൊപ്പം പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നു. സമരത്തിന്റെ പേരിൽ മറ്റു പീഡനങ്ങൾ ഉണ്ടാവില്ല എന്നും ഉറപ്പു നൽകി. എന്നാൽ ആ വിദ്യാർത്ഥി മുന്നേറ്റത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പല ജില്ലകളിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകൾ പിൻവലിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സമാധാനപരമായി സമരത്തിൽ ഭാഗവാക്കായ വിദ്യാർത്ഥികൾക്കെതിരെയും യുവാക്കൾക്കെതിരെയും ഡൽഹിയിലേതിന് സമാനമായി സംസ്ഥാനത്ത് ജലപീരങ്കികളും ലാത്തിച്ചാർജും ഉണ്ടായി. അതിന്റെ തുടർച്ചയായാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. സർക്കാരിന്റെ നിലപാട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി പോയി. ഡൽഹിയിൽ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രതിഷേധ സമരത്തിനോട് അവിടെ ഐക്യപ്പെട്ടെങ്കിലും അങ്ങ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാർ ഡൽഹി സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി എടുത്തത് ഔചിത്യപരമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. സമാധാനപരമായി നടന്ന പ്രതിഷേധങ്ങളുടെയും സാംസ്കാരിക കൂട്ടായ്മകളുടെയും ഭാഗമായവർക്ക് എതിരെ പോലും കള്ളക്കേസുകൾ വന്നിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. എറണാകുളത്ത് പ്രതിഷേധവുമായി ഒത്തുകൂടിയ റാപ്പർ വേടനും സംഘത്തിനുമെതിരെ കേസെടുത്തതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പോലും വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ പ്രതികളാക്കി കേരളത്തിൽ എടുത്ത കേസുകൾ തുടരുന്നത് ഉചിതമല്ല. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കേരള പോലീസ് ചുമത്തിയിട്ടുള്ള മുഴുവൻ കേസുകളും നിരുപാധികം പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയച്ച മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണേ, എന്തിനു വേണ്ടിയാണ് അവിടെ ഒരു പറ്റം വിദ്യാർത്ഥികൾ CJP എന്ന് പറയുന്ന കൂട്ടായ്മ സമരം നടത്തിയത്? നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും ഒപ്പം CBSE +2 പരീക്ഷയിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ലേ? അതൊരു നമുക്ക് എല്ലാവർക്കും വേണ്ടിയായിരുന്നില്ലേ ആ കുട്ടികൾ, ആ യുവാക്കൾ അവിടെ സമരം ചെയ്തത്? സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല. ശരി തന്നെ, കോൺഗ്രസിന്റെ നിലപാട് CJPക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജുൻ ഖർഗെയോ സോണിയാഗാന്ധിയോ KC വേണുഗോപാലോ ഈ വി ഡി സതീശനോ ആ സമരപന്തലിൽ പോയി അഭിജിത് ദീപ്കെ പോലുള്ള നേതാക്കളെ കാണുകയോ അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തുകയോ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടാകാം സ്വാഭാവികമായും ഈ വിഷയത്തിൽ വി ഡി സതീശൻ നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അല്ലെങ്കിലും തുടക്കം മുതൽ തന്നെ വി ഡി സതീശൻ ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് കേന്ദ്ര സർക്കാരിനോട് വെറുതെ അംഗം വെട്ടുന്നത് എന്നല്ലേ? അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കിതും വായിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു വട്ടം യുവാക്കളും യുവതികളും സമരം നടത്തുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുമ്പോൾ അത് ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? ധർമ്മേന്ദ്ര പ്രധാനെയും അമിത്ഷായെയും ഒപ്പം നരേന്ദ്രമോദിയെയും ഒക്കെ തന്നെയല്ലേ? അല്ലാതെ വേറെ ആരെങ്കിലും അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കുകയും ആ സമരത്തിന് അതൊരു വലിയ ഊർജ്ജം നൽകുകയും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും
വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടാണ്, നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന നിലപാടുകളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഈ സമരം ഒരു വിജയഘട്ടത്തിലെത്തുമ്പോൾ പോലും നമ്മൾ എന്താണ് കാണുന്നത്? ഇതിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്യാം എന്ന് ചിന്തിക്കുന്ന രാഹുൽ ഗാന്ധിയും സംഘത്തിനെയും എട്ടുകാലി മമ്മുഞ്ഞുകളെയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളുടെ സമരത്തിന് മുമ്പിൽ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള ആളുകൾ മുട്ടുകുത്തുമ്പോൾ, ഈ കുട്ടികൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളെല്ലാം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കില്ല എന്ന സമീപനം തുടരുന്നത്, അത് സത്യത്തിൽ ആരെ ഞാൻ ഏറ്റവും വലിയ മോദി ഭക്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാട്ടിലാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബി.ജെ.പി. ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിൽ നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കേസുകളൊക്കെ ഈ രീതിയിലൊക്കെ എടുത്ത് ഇത്തരത്തിൽ പല നീക്കങ്ങൾ നടത്തുമെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഈ സമരത്തിന് ബദലായിട്ട് ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഈ സമരം വിജയത്തിലെത്തുമെന്ന് കണ്ടപ്പോൾ ഒരു പട്ടി ഷോ നടത്തിയ കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ പേരടിച്ചു മാറ്റാൻ വേണ്ടി അന്ന് ഈ പറയുന്ന വി.ഡി. സതീശനും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം, ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു താല്പര്യമില്ലാതെ പങ്കെടുക്കാൻ വന്ന ഒരാളെ പോലെയാണ്, അല്ലെ? നരേന്ദ്രമോദിയെ വി.ഡി. സതീശൻ പോയി കണ്ടത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അല്ലെ? ജയിച്ച് മുഖ്യമന്ത്രിയായി ശേഷം ഓടിപ്പോയി കാണാൻ. ഒപ്പം അമിത്ഷായെ പോയി കണ്ടു. അതിനുശേഷം ഇവിടെ കേരളത്തിൽ എത്രയോ എൻ.ഡി.യുടെ നേതാക്കന്മാരെ കണ്ടു, അല്ലെ? തുഷാർ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു, രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നു. അതുപോലെ തന്നെ RSSന്റെ എത്ര നേതാക്കളാണ് ഓരോ ദിവസവും നമ്മുടെ വി.ഡി. സതീശനെ കാണാനെത്തിയത്? ശശികല, PK ശശികല. അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ രീതിയിൽ തന്നെ ഈ ബി.ജെ.പി. സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ പ്രചരിപ്പിക്കുന്ന ഷാജൻ സ്കറിയ, അങ്ങനെ നിരവധി ആളുകൾ മൂപ്പരെ വന്ന് കണ്ടിട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? സ്വാഭാവികമായും വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ്, ഈ സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് വളരെ വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണെന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ജന്തർ മന്ദറിലെ സമരം വിജയപഥത്തിലെത്തി. ജന്തർ മന്ദറിലെ സമരം CJP നയിച്ച് അത് വിജയപഥത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അത് കോൺഗ്രസിന് കിട്ടാതെ വന്നു. കോൺഗ്രസ് കലക്കവെള്ളത്തെ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തി അവസാനം അപഹാസ്യരാകുന്ന കാഴ്ച കണ്ടു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള ആളുകൾ ഏറിക്കയറുന്ന കാഴ്ച കണ്ടു. ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന കാഴ്ച കണ്ടു. ആ കുട്ടികൾ അടികൊണ്ടും ഇടികൊണ്ടും വെടികൊണ്ടും അവിടെ നേടിയെടുത്തതാണ് ആ വിജയം. അതിൽ നിന്ന് അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് നാണം തോന്നില്ല എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അതിനോടുള്ള ദേഷ്യമാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പൊ എടുത്തിട്ടുള്ള കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ DG മോഹൻദാസ് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നും കൊന്ന ശേഷം അവരെ ശവം ഞാൻ ആശുപത്രി കൊണ്ടുപോകുന്നു, മാത്രമല്ല അവിടെ ഈ സമരത്തിന് വന്ന പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യണം, അവർക്ക് വലിയ ഇഷ്ടമാണെന്ന രീതിയിലാണ് മൃഗത്തിന്റെ പോലും സംസ്കാരമില്ലാത്ത TG മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഷവിത്ത് പറഞ്ഞത്. അതിനെതിരെയും എപ്പോഴാണ് ഒരു അന്വേഷണം നടത്തണമെന്ന് പറയാൻ പോലും ഈ സർക്കാരിന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്? SFI ഒരു പരാതി കൊടുത്തപ്പോഴാണ്. പരാതികൾ കൊടുക്കണം, പരാതികൾ കൊടുത്താൽ മാത്രമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നിലപാട് സ്വീകരിക്കും. പക്ഷെ ഒരു പരാതിയും വേണ്ട, ഒന്നും വേണ്ട. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ അല്ലെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിനെതിരെ രണ്ടക്ഷരം ഉരിയാടിയാൽ അപ്പോ അല്ലെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നൊരവസ്ഥയിലേക്ക് ഈ സർക്കാർ മാറുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ ചിരി വന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. ഗോൾവാക്കറുടെയൊക്കെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി നിലവിളക്കിനൊക്കെ തിരി കൊളുത്തി ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അറിയാം. അപ്പൊ പിന്നെ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നാലും ചിലതൊക്കെ പറയേണ്ടതല്ലേ, പറയേണ്ടതാണ്. കേരളത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നും ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ മുൻകാലങ്ങളിൽ പറഞ്ഞ നിലപാടിനോട് കൂറു പുലർത്തുന്നുണ്ടെന്നും ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇരട്ടച്ചങ്കനാണെന്നും ഒക്കെ ഒന്ന് ഓർക്കുമ്പോഴാണ്, അതൊക്കെ ആലോചിക്കുമ്പോൾ മാത്രമാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറെ ആശ്വാസം എന്ന് പറയുന്നത്. സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായി മാറിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, മൂപ്പരുടെ നിലപാടും മൂപ്പരുടെ പ്രവൃത്തികളും രണ്ടും രണ്ടു വഴിക്കാണ്. അതുകൊണ്ടാണ്.